അമിത ജോലി ഭാരമെന്നാരോപിച്ച് BLOമാർ ആത്മഹത്യ ചെയ്തിട്ടും SIRനെ ന്യായീകരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 ലക്ഷം BLOമാർ സുഗമമായി ജോലി ചെയ്യുകയാണ്. 50 കോടി ഫോമുകൾ വിതരണം ചെയ്തു കഴിഞ്ഞുവെന്നും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. ആദിൽ പാലോട് വിവരങ്ങളുമായി. ആദിൽ, ഇപ്പോൾ BLOമാരുടെ പ്രതിഷേധം, BLOമാർ പലയിടത്തും ആത്മഹത്യ ചെയ്യുന്നു, മരിച്ചു വീഴുന്നു. അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ ന്യായീകരിക്കുകയാണോ? എന്താണിപ്പോൾ ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന പ്രതികരണം? വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ബംഗാളിൽ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിലൊക്കെ കേരളത്തിലടക്കം BLOമാർ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ആ ആത്മഹത്യ അടക്കം വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും സാഹചര്യമാകുമ്പോഴാണ് ഇപ്പോൾ വലിയൊരു പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. SIRനെ ന്യായീകരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പ്രതികരണം നടത്തുന്നത്. SIRന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രതികരണം. 5 ലക്ഷം BLOമാരാണ് ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്നത്. 50 കോടി ഫോമുകൾ രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്ത് കഴിഞ്ഞതായും എന്തെങ്കിലും പ്രശ്നം എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകമായി പരിശോധിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിക്കുകയാണ്. ഏതായാലും വലിയ വിമർശനമുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിൽ BLO ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ സമ്മർദ്ദം ശക്തമാണെന്നും BLOമാർക്ക് കൃത്യമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ പോലും കഴിയുന്നില്ല, ഇതിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നതുമാണ്. രാജസ്ഥാനിൽ BLO ട്രെയിനിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തിരുന്നു, ജോലി സമ്മർദ്ദമാണെന്ന് കാട്ടി. ഇതിനുശേഷം ഇന്ന് രാവിലെ വന്ന വാർത്തയാകട്ടെ, UPയിലെ കൂടുതൽ BLOമാർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ്. പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നതും ശമ്പളം തടയുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് BLOമാർക്കെതിരെ നടപടിയുമായി പോവുകയാണ് ഉത്തർപ്രദേശിലെ ജില്ലാ ഭരണകൂടങ്ങൾ. അതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രതികരണം വളരെ പ്രധാനമായി തന്നെ പുറത്തുവരുന്നത്. സുഗമമായി കാര്യങ്ങൾ പോവുകയാണെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പ്രത്യേകം പരിശോധിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.